ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ 2 കേസുകളിലാണ് പത്തനംതിട്ട റാന്നി കോടതി റിമാൻഡ് ചെയ്തത്. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നുവെന്നും ഇത് ചെമ്പ് പാളി എന്ന രേഖയുണ്ടാക്കാൻ സുധീഷ് ഗൂഢാലോചന നടത്തിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. അല്ലേ? സുജു ടി ബാബുവിലേക്ക് പോകാം. സുജു, സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്നും അറ്റകുറ്റപ്പണിക്ക് പോകുമ്പോൾ അതെങ്ങനെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിലും ഒരു കൂട്ടം ആളുകൾക്ക് പങ്കുണ്ടായിരുന്നു. അതിലൊരാൾ കൂടിയാണ് സുധീഷ്. ഇന്നിപ്പോൾ കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ്? അത് ഏറ്റവും പുതിയ വാർത്ത. സുധീഷ് കുമാറിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു. അടൂർ ദേശമംഗലം വീട്ടിലാണ് SIT സംഘം പരിശോധന നടത്തുന്നത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ടി സുധീഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്തിരുന്നു. പത്തനംതിട്ട കോടതിയിലാണ് ഹാജരാക്കിയത്. 14 ദിവസത്തേക്കായിരുന്നു റിമാൻഡ് ചെയ്തത്. ഇതിൽ പ്രധാനമായി കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പാളികൾ സ്വർണം പൊതിഞ്ഞതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നെന്നും എന്നാൽ ഇത് ചെമ്പ് പാളി എന്ന രേഖയുണ്ടാക്കാൻ സുധീഷ് കുമാറും ഗൂഢാലോചന നടത്തി എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ മാത്രമല്ല, പാളികൾ അഴിച്ചു മാറ്റുമ്പോൾ തിരുവാഭരണ കമ്മീഷനുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ സുധീഷ് കുമാറിന് മേൽ ചുമത്തിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം നിഷേധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.